ചങ്കളെല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ കാത്തിരുന്ന ലാലേട്ടന്റെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ റിവ്യൂ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. പടം കണ്ടിരുന്നു. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ലാലേട്ടനെ ഇന്ന് സ്ക്രീനിൽ കാണാൻ പറ്റി. അതായത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന, അതായത് കുടുംബമായിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ ഉണ്ടല്ലോ. അതായത് ലൂസിഫറൊക്കെ പടം എൻ്റെ അമ്മേനൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ വായം പൊളിച്ചിരിക്കേണ്ടി വരും, ഏത് എമ്പുരൻ ഏത് ലൂസിഫർ എന്നൊക്കെ നോക്കിയിട്ട്. പക്ഷെ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഒരു ലാലേട്ടനെ നമുക്ക് ഇന്ന് സ്ക്രീനിൽ നമുക്ക് ശരിക്കും കാണാൻ സാധിച്ചു. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ദൃശ്യം ടച്ചിലോട്ട് എത്തിയിട്ടുണ്ട് പടം. അത് ആ ദൃശ്യത്തിനെ കയറ്റി വെട്ടിയിട്ടൊന്നുമില്ല പടം. ഒരു ദൃശ്യം ടൈപ്പിലൊക്കെ പറയാൻ പറ്റാവുന്ന ഒരു പടമാണ്. പിന്നെ പോലീസുകാരായിട്ട് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ കുതിരവട്ടം പപ്പുവിന്റെ മകനാണെന്ന് തോന്നുന്നു. ആളൊക്കെ നല്ല അസാധ്യ ആക്ടിങ്. അതുപോലെ തന്നെ ആ സിനിമയിലത്തെ ഒരു ജോയ് സാർ എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ക്യാരക്ടർ, ഇൻസ്പെക്ടറിന്റെ ക്യാരക്ടറൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. വില്ലന്മാരും അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ പറയാ, മൊത്തത്തില് പിന്നെ എല്ലാവരും നല്ല പടം എന്ന് പറയുമ്പോൾ എല്ലാവരും വല്ലാണ്ട് പ്രതീക്ഷിച്ച് ദൃശ്യത്തിനേക്കാളും മേലേക്ക് പ്രതീക്ഷിച്ചിട്ടൊക്കെ പോകും. അതൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും പോവണ്ട. ഒരു നല്ല ഒരു ഫാമിലി സിനിമ, നല്ലൊരു ഫാമിലി സിനിമ കാണാനായിട്ട് ആഗ്രഹിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംതൃപ്തിയായിട്ട് നമുക്ക് പടം കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. അത് ഉറപ്പ്. അത്രയും എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. പിന്നെ പടത്തിലെ കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, കഥ ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. ഞാനത് കൂടുതൽ പറഞ്ഞെന്ന് വെച്ചാൽ ചിലപ്പോൾ പടത്തിന്റെ ക്ലൈമാക്സ് പൊട്ടിപ്പോവും. കരച്ചിലില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. എങ്കിലും ഞാൻ പറയാണ്, സിനിമയില് സാധാരണ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ. ഇപ്പൊ പോലീസുകാരന്റെ മോളെ പ്രേമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാമുകനായിട്ട് പണി കൊടുക്കുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനെ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് രസകരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ സിനിമ. പിന്നെ എല്ലാവരും മൊത്തത്തിൽ നല്ല ഒരു അടിപൊളി സിനിമ തന്നെയാണ്. പ്രതീക്ഷയ്ക്കുള്ള വകുപ്പുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ഉള്ള സിനിമകൾ ഇനിയും ലാലേട്ടൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേരിന്റെ, അതായത് ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഇനിയും തുടരും. അതാണ് നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് തുടരും എന്നുള്ളൊരു പേര് ഇട്ടെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. അത് മനസ്സിലായ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ചിലപ്പോൾ ഈ സിനിമ തുടരുന്നതാണോ, എന്താണ് ഉദ്ദേശിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കൊന്നും നമുക്ക് ചിന്തിച്ചിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, നല്ലൊരു അടിപൊളി സിനിമ തന്നെയായിരുന്നു. എല്ലാവരും ധൈര്യമായിട്ട് പോയിട്ട് സിനിമ കാണണം. അടിപൊളി സിനിമ. രഞ്ജിത്തിന്റെ ഒരു അടിപൊളി ഗിഫ്റ്റായിട്ട് നമ്മൾ ഈ സിനിമേനെ സ്വീകരിച്ചിരിക്കുന്നു.